ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. ഒരു പിതാവ് തൻ്റെ 7 വയസ്സുള്ള മകനെയും കൂട്ടി ഒരു മലമുകളിലേക്ക് യാത്രയായി. മാർഗമധ്യേ ആ മകനൊന്ന് വീണു. അപ്പോൾ അവൻ ഉറക്ക കരഞ്ഞു. ആശ്ചര്യം, മറ്റാരോ അതുപോലെ കരയുന്നു. അവൻ ഉറക്ക ചോദിച്ചു, ആരാണത്? ആ ചോദ്യം തന്നെ അവൻ തിരികെ കേട്ടു. അവൻ വീണ്ടും ചോദിച്ചു, നീ ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്? അതുതന്നെ അവൻ വീണ്ടും കേട്ടു. അവന് ദേഷ്യം തോന്നി. അവൻ പറഞ്ഞു, നീ അത്ര വലിയ മിടുക്കനാണെങ്കിൽ എൻ്റെ മുമ്പിൽ വരാൻ ധൈര്യമുണ്ടോ? വീണ്ടും അതുതന്നെ അവൻ കേട്ടു. ഇതെല്ലാം കണ്ടും കേട്ടും അവൻ്റെ പിതാവ് ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു. അവൻ ചോദിച്ചു, അച്ഛൻ എന്തിനാണ് ചിരിക്കുന്നത്? തുടർന്ന് അദ്ദേഹം പ്രതിധ്വനിയെക്കുറിച്ച് അവന് പറഞ്ഞു കൊടുത്തു. നാം പറയുന്നത് ആ മലയുടെ വശത്ത് തട്ടി നാം തന്നെ അത് വീണ്ടും കേൾക്കുന്നതാണ് ഈ ശബ്ദം. അത് അവന് രസമായി തോന്നി. അവൻ വീണ്ടും ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും അതെല്ലാം തിരികെ കേൾക്കുകയും ചെയ്തു. ഈ കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കും ചിരിയുണ്ടാവാം. പക്ഷേ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ കുട്ടിയെപ്പോലെ കാര്യമറിയാതെ നാമും പ്രതികരിച്ചേക്കാം. ഈ പ്രതിധ്വനിയും നാം നമ്മെ തന്നെ ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെയുള്ള പ്രതിഫലനവും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. അത് തിരിച്ചറിയുവാൻ നാം വൈകി എന്ന് വരാം. നാം എങ്ങനെയുള്ളവരാണോ അതിൻ പ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും. നാം മറ്റുള്ളവരെ വെറുക്കുകയാണെങ്കിൽ നാമും വെറുക്കപ്പെട്ടവരായിത്തീരും. അവരെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുക തന്നെ ചെയ്യും. എപ്പോഴും കോപത്തോടെ ഇടപെടുന്നവരോട് ആരും സ്നേഹമായി ഇടപെടുകയില്ല. മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് സ്നേഹവും ബഹുമാനവും തിരികെ ലഭിക്കും. മറ്റുള്ളവർ നമ്മോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നത് നാം എങ്ങനെയുള്ളവരാണ് എന്നതിൻ്റെ പ്രകടമായ വെളിപ്പെടുത്തലാണ്. സമൂഹത്തിൽ ആദരണീയനായ ഒരു വ്യക്തിയോട് നമ്മിൽ ആരും തന്നെ മോശമായി ഇടപെടില്ല. അത് നമ്മുടെ മഹത്വമല്ല, ആ വ്യക്തിയുടെ മഹത്വമാണ്. എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട് നമുക്ക് ആർക്കും ആ ബഹുമാനം തോന്നില്ല. വിദ്യാർത്ഥികൾ കാണുക പുകവലിക്കുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. ആ കുട്ടികൾ മുതിർന്നപ്പോൾ അവരും ആ അധ്യാപകൻ്റെ മുമ്പിൽ പുകവലിക്കുന്നതിന് അല്പം പോലും മടിച്ചില്ല. എന്നാൽ അതിൽ ഒരു വിദ്യാർത്ഥി മറ്റൊരു അധ്യാപകനെ കണ്ടപ്പോൾ അവൻ്റെ സിഗരറ്റ് ദൂരെ എറിഞ്ഞ് ഭവ്യതയോടെ നിന്നു. നാം കൊടുക്കുന്നത് തന്നെ നമുക്കും ലഭിക്കും. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം, ബഹുമാനിക്കാം. അത് നമുക്ക് സ്നേഹവും ബഹുമാനവും ലഭിക്കുന്നതിന് വേണ്ടി ആവരുത്. യഥാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കാം. നാം നിശ്ചയമായി സ്നേഹിക്കപ്പെടും. ദയാവായ്പോടെ നമുക്കും പ്രവർത്തിക്കാം. മറ്റുള്ളവരും ദയാപൂർവം അവരോട് ഇടപെടട്ടെ. അപ്പോൾ നാം ജീവിക്കുന്ന സമൂഹത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. സ്നേഹവും ആദരവും ശുശ്രൂഷയും കരുതലും എല്ലാവർക്കും ആവശ്യമാണ്. അത് മറ്റുള്ളവർക്ക് നൽകുന്നവരായി തീരുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ കാണുന്നവർ കർത്താവിനെ കാണുവാൻ, ഞങ്ങളെ കേൾക്കുന്നവർ കർത്താവിനെ കേൾക്കുവാൻ ഞങ്ങളുടെ പ്രവൃത്തികളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങളും, സ്വാർത്ഥ ചിന്തകളും, സ്വാർത്ഥ സ്വഭാവങ്ങളും അവിടുന്ന് പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ഒരു വിനയത്തിൻ്റെയും താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നൽകിത്തരണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.